ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ റമദാൻ ആയതിനു ശേഷം ഞാനിവിടെ ഉണ്ട് കുക്കിങ്ങും ഫുഡ് കഴിക്കലും ഒക്കെ ഞങ്ങളിവിടെയാണ് കേട്ടോ. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ പണിക്കാർ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മാറിയതാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ ഒന്ന് സെറ്റായി വരാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പതുക്കെ അങ്ങനെ ഒരാഴ്ച ആവും എന്തായാലും സെറ്റാവാൻ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടോ ഞാനിവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ കിച്ചണിൽ ആളില്ലാത്ത പ്രശ്നം ഒന്നുമില്ല. ഇവിടെ ഈ ഒരു ഊഞ്ഞാലും ദിവാനും ഒക്കെ ഉണ്ടായ കാരണം അവിടെ എപ്പോഴും കാക്കയെ കുട്ടികളൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല എയർ പാസിങ്ങും ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഇവിടെ എന്നുള്ള ക്ലീനിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൺ ടൂർ ആവട്ടെ എന്ന്. ഗാർഡൻ കിച്ചണെന്നോ പാഷ്യോ കിച്ചണെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇതാ അത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു ടൂറുമായി ക്ലീനിങ്ങുമായി വ്ളോഗുമായി എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്നും രാവിലെ ഇതേപോലെ ഒന്ന് അടിച്ചു വരിയിരിക്കും കേട്ടോ ബ്രഷ് കൊണ്ട്. പിന്നെ വൈകുന്നേരം ഒന്ന് വാക്വം ചെയ്യും. നമ്മൾ എനിക്ക് മാത്രം ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണെന്നറിയില്ല, റമദാനിൽ അധികം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടാവൂലേ, എണ്ണയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം വൃത്തികേടാവുന്ന പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. ഇവിടെ ആയപ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ മാറ്റ് ഞാൻ തുടക്കാറുമുണ്ട്. ദിവസത്തിലൊരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ തുടക്കാറുണ്ട്. അല്ല 2 ദിവസം കൂടുമ്പോഴോ ദിവസത്തിലൊരു പ്രാവശ്യമൊക്കെ തുടക്കാറുണ്ട് കേട്ടോ. വാക്വം ചെയ്യും. അത് മതി, വേറെ പ്രത്യേകിച്ച് വൃത്തികേടൊന്നും ആവാറില്ല. പിന്നെ കൗണ്ടർ ടോപ്പും കുറച്ച് ഏരിയ മാത്രമായ കാരണം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഇവിടെ ആകുമ്പോൾ നല്ല ഹെയർ പാസിങ്ങുമാണ്, നല്ല സുഖമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയണമാണ് ഗാർഡനിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി. അപ്പോൾ ഒരു ഗാർഡനിൽ നിന്ന് കുക്ക് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാകുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ മുന്നേ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ജോലികൾ ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കുള്ള ഇൻട്രസ്റ്റ് കൂടെ ഒന്നും കൂടെ താല്പര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് പറഞ്ഞു ഇപ്പോൾ അല്ലേ. എന്തായാലും പോട്ടെ. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഈ ഒരു പാഷ്യോൻ്റെ ആ സൈഡിലായിട്ടിരുന്നത് ഇപ്പോൾ ഈ സൈഡൊക്കെ ആക്കിയിട്ടോ. ആ സൈഡിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും കൂടെ ഇട്ടു, ഹോപ്പ് ഗ്യാസ് അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. അത് പുതുതായിട്ട് ചെയ്യിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മളിവിടെ വീട് പണി നടക്കുന്ന സമയത്ത് ഈ പുറത്തുള്ള ചെറിയൊരു കിച്ചൺ ഉണ്ടല്ലോ അവിടെ യൂസ് ചെയ്തിരുന്ന ടേബിളാട്ടോ. അവിടെ ഞാൻ കൗണ്ടർ ടോപ്പ് വാർക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലെ കൊണ്ട് ഇങ്ങനെ കൊടുത്തുണ്ടാക്കിച്ചതായിരുന്നു. അതുമ്പോൾ കുറച്ച് പാത്രങ്ങൾ വെക്കാനും ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പ് വാർത്തുണ്ടാക്കണ്ട, ആ റൂം എന്തായാലും ഞാൻ കിച്ചണായിട്ട് അത് യൂസ് ചെയ്യില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്. അപ്പോൾ വേറെ എന്തിനെങ്കിലുമൊക്കെ ആക്കി മാറ്റണമെങ്കിലും അത് കൗണ്ടർ ടോപ്പൊക്കെ കൂടെ ഉണ്ടാക്കി വെക്കണ്ടെന്ന് കരുതിയിട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. അതിപ്പോൾ ഒരു യൂസായിട്ടോ. ഈ സൈഡൊക്കെ എടുത്തിട്ടു. ഇത് നമ്മൾ ആദ്യം ഗ്യാസ് അടുപ്പ് വെച്ചിരുന്ന ടേബിൾ ഞാനിപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട്, അതായത് നമ്മുടെ മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനും പത്തിരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് പരത്താനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സുഹൂറിൻ്റെ സമയത്ത് കാസറോള് വേറുള്ളതൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. നമ്മൾ രാത്രി ഞാൻ പാത്രങ്ങളൊക്കെ കഴിക്കുക അപ്പം കഴുകിയിട്ടാട്ടോ കിടക്കുക. പക്ഷേ ഇതിപ്പോൾ ഫുഡ് വെച്ചിരുന്ന പാത്രമാണ്. ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത കാരണം കേട്ടോ. അല്ലെങ്കിൽ രാവിലെ മാജിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊക്കെ ചെയ്യും. അവന് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇറങ്ങുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് വൈകിപ്പോയിട്ടോ. ഈ ഒരു സ്റ്റാൻഡിൽ താഴെ ഇങ്ങനെ ഒരു 2 റാക്കുണ്ട്. അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റും. പിന്നെ സിലിണ്ടർ വെക്കാനും നമുക്കൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഞാൻ അന്ന് അവിടെ വെച്ചപ്പോൾ നമ്മൾ തുറക്കുമ്പോഴൊക്കെ സിലിണ്ടറിൻ്റെ മുക്കും മൂലമൊക്കെ തട്ടൂലല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തായിരുന്നു. ഒരു കുഞ്ഞ് അടുപ്പാണ് കേട്ടോ. അടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആമസോണിൽ 1500 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വർഷമായി, കഴിഞ്ഞ റംസാൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ ഒരു വർഷമായിട്ടോ. അത് നല്ല ഫ്ലെയിമാണ് കേട്ടോ, നല്ല ഹീറ്റാണ്. പക്ഷെ പകൽ സമയത്ത് ഫ്ലെയിം കത്തുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. രാത്രി നല്ലോണം കാണാം, പകൽ സമയത്ത് അങ്ങനെ അറിയാൻ പറ്റില്ല. കുഞ്ഞൊരു അടുപ്പാണ്, അതാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഞാൻ മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യും. ഈ ഒരു മിക്സി ഉണ്ടല്ലോ, നമ്മളെ പഴയ മിക്സി കേട്ടോ. ഞാൻ തറവാട്ടിലായിരുന്ന സമയത്ത്, പഴയ വീട്ടിലായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നതാണ്.
20ാമത്തെ വർഷമായിട്ടോ മിക്സി. അപ്പോൾ നമ്മൾ പുതിയ മിക്സി അകത്ത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, പഴയത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ ഒരു സിങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിതിൽ അലക്കലും പിടിക്കലൊക്കെ ചെയ്യാറുണ്ട്. ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളതായതുകൊണ്ട് പാത്രം കഴുകാനൊക്കെ നല്ല യൂസാട്ടോ. കൂടുതൽ വെള്ളവും കിട്ടും. നല്ലോണം വെള്ളം വന്നിട്ട് ഞാൻ പാത്രം കഴുകുമ്പോൾ നനയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പൈപ്പിന് നല്ലൊരു ഹെഡ് വാങ്ങി വെച്ചു. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. വലിയ സിങ്ക് ആയതുകൊണ്ട് എല്ലാ മൂലയ്ക്കും വെള്ളം എത്തുന്ന രീതിയിൽ അതിങ്ങനെ തിരിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ 2-3 ടൈപ്പിൽ വെള്ളം വരികയും ചെയ്യും. അപ്പം അങ്ങനെ ഇതിൻ്റെ പൈപ്പും ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. പാത്രം കഴുകാനും നല്ലോണം വെള്ളം കിട്ടുന്നതുകൊണ്ടും പിന്നെ നമ്മൾ അടുക്കളയിലാവുമ്പോൾ കബോർഡുമൊക്കെ തെറിക്കും. അപ്പോൾ ഞാൻ പൈപ്പ് വളരെ കുറഞ്ഞ സ്പീഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് പിന്നെ ഞാൻ അകത്ത് ഡിഷ് വാഷറിലാണല്ലോ കൂടുതലും പാത്രം കഴുകുക. ഇവിടെ ആകുമ്പോൾ പിന്നെ എങ്ങനെ സൗകര്യം ഉണ്ടായതുകൊണ്ട് അപ്പപ്പുള്ള പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കുന്നതുകൊണ്ട് പാത്രം കഴുകുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കിച്ചൺ കേട്ടോ. ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്താണ്. കിച്ചണെന്നോ ഗാർഡൻ കിച്ചണെന്നോ പാഷ്യോ കിച്ചണെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അതിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാകുമ്പോൾ നല്ല സുഖമാട്ടോ. നമ്മൾ ഒരു വേനൽക്ക് പണ്ടൊക്കെ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ വേനൽക്കാലത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതേപോലെ ഒരു സെറ്റപ്പായിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇവിടെ നിൽക്കാൻ. ഒന്നാമത് നല്ല സുഖമാണ്, പിന്നെ രണ്ടാമത് പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ഗാർഡനിൽ നിന്ന് കുക്ക് ചെയ്യുന്ന പോലെ ആകുമ്പോൾ രസമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.